ഹലോ ഗായ്സ്, നോണ്ടായിട്ട് നല്ല പുതിയൊരു ഘട്ടത്തിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു വിഷ്ണു. ഞാൻ ഒത്തിരി നാളെ വീഡിയോ ചെയ്തിട്ട് ഇന്നപ്പോൾ നമ്മളൊരു കിടിലം വീഡിയോ ചെയ്യാൻ പോകണേ. നമ്മുടെ ഗിഫ്റ്റുകളുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകണേ. നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് പീസൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് യെല്ലോ ടെക്സ്ചർ എന്നാണ് ഈ ഗിഫ്റ്റിയുടെ പേര്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റുകളുടെ വെള്ളം മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് പൈപ്പിലെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ പൈപ്പിലെ വെള്ളം നമ്മൾ ഗിഫ്റ്റുകൾക്ക് വെള്ളം മാറുമ്പോൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വെള്ളം പിടിച്ചു വെച്ചിട്ട് 2 ദിവസമൊക്കെ വെച്ചിട്ട് ഒഴിച്ചാലും മതി. പിന്നെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ, വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റുകളെ പിടിച്ചിട്ട് നേരെ ഈ വെള്ളത്തിലോട്ട് മാറ്റും. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മിറ്റിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഇനി ഗിഫ്റ്റിനിടാൻ പോണേ. പിന്നെ കുറേ എന്താ പറയുക, ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഇതിങ്ങളെ തറങ്കല്ല അടച്ച പോലെയാണ് ശരിക്കും നിങ്ങളിപ്പോൾ ജീവിക്കണത്. കാരണം വെച്ചാൽ നമ്മൾ വേറെ ഒന്നും ഇതിങ്ങൾക്ക് ഇട്ടൊന്നും കൊടുത്തിട്ടില്ല വെള്ളത്തിലായിട്ടേ. ചുമ്മാ ഈ പായൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളും കൊണ്ട് നടാന്നുള്ളൊരു ഇതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീനുകളെ പിടിച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെളി വലിച്ചളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതുണ്ടോ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടിയിൽ അടിഞ്ഞിടക്കുന്ന ചെളികൾ. ഇത് കുറേയൊക്കെ ഫുഡ് വേസ്റ്റുകൾ തന്നെയാണ് കിടക്കണതൊക്കെ. അപ്പോൾ അത് തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ കുറേ മിറ്റിൽ ഇടാൻ വെച്ചിട്ടുണ്ടിരിപ്പുണ്ട്. അതാണ് ഈ വെള്ളം ഇത്ര അഴുക്കാവാൻ കാരണം. നമ്മളിപ്പോൾ വെള്ളം മാറി കുറച്ച് മിറ്റിലൊക്കെ ഇട്ടുണ്ട് അടിയിൽ. ശരിക്കും ഇനിയും കുറച്ച് മിറ്റിൽ നമ്മൾ മേടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വേസ്റ്റുകളൊക്കെ നമ്മൾ ഒത്തിരി ഇങ്ങനെ അതിന് അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ശരിക്കും മിറ്റിൽ ഇതിനകത്ത് ഇട്ടണം. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് മിറ്റിലിടാനുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ തോട്ടിയിലുള്ള കുറച്ച് പായലുകളൊക്കെ ഇടാനുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ആ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഈ വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത് ശരിക്കും. പിന്നെ നമ്മൾ പൈപ്പിലുള്ള എടുത്താണ്. പൈപ്പിൽ ഒത്തിരി ചൂടൊന്നും ഇല്ലാതെ, പിടിച്ചു വെച്ച വെള്ളത്തിൽ ഒത്തിരി ചൂടൊന്നും ഇല്ലാത്ത വെള്ളം എടുക്കാൻ ശ്രമിക്കണം. അതുപോലെ വേറെ ഇതുപോലത്തെ ഞാനിപ്പോൾ ആദ്യം ഇട്ടപ്പോൾ കുറേ പായലുകളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. അപ്പോൾ ആ പായലുകൾ നമ്മൾ പരമാവധി ഇല്ലാതെ ഇനി മീനിടാണ് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പായലിട്ട് കഴിയുമ്പോൾ കുഴപ്പമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനുകൾ മേളിൽ വന്ന് തീറ്റ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത് ഒത്തിരി പായലുകളാവും. ഇത് നമ്മൾ കുറച്ചായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഒത്തിരി കണ്ട് ഞാൻ വാരികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുതന്നെ ഇങ്ങനത്തെ മേളിൽ പൊങ്ങി കിടക്കുന്ന പായലുകളൊക്കെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ എന്താ പറയുക, മീനുകൾക്ക് കുറേ അസുഖങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പായലിട്ട് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമ്മൾ ഈ ഉപ്പ് നലന്ന് കഴിയുമ്പോൾ നമ്മൾ മീനെ പിടിച്ച് പയ്യെ ഇടും. അപ്പോഴത്തേട്ട് നമുക്ക് അടുത്ത് നമ്മുടെ മീനുകളുടെ എന്താ പറയുക വെള്ളം മാറ്റാം നമുക്ക് അപ്പോഴത്തേട്ട്. അപ്പോൾ നമ്മുടെ പോണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ മീനെ ഇറക്കി വിടാൻ പോവാണ് നമ്മളിതിലായിട്ട്. അപ്പോൾ പയ്യെ മീനെ പിടിച്ച് നമുക്ക് ഇറക്കി വിടാം. ഈ കൈക്ക് പിടിച്ച് തരുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ മീനെ നമ്മുടെ വലയ്ക്ക് കോരിയിട്ട് കഴിഞ്ഞപ്പോൾ കുറേ പാഴികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായി. അപ്പോൾ അത് ഇനിയും ഇതിനകത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈക്ക് പിടിച്ച് തരണേ. അപ്പോൾ കൈക്ക് പിടിച്ചിരുമ്പോൾ കുറേ എന്താ പറയുക, കുറച്ച് പാഴികൾ ചാടുള്ളൂ ഇതിനകത്തേക്ക്. വലയ്ക്കാകുമ്പോൾ നിറച്ചും പാഴികളും കയറും. ഇത് ഫുള്ള് യെല്ലോ ടെക്സ്ചറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇതിൻ്റെ വൈറ്റ് ടെക്സ്ചറോയും കിടപ്പുണ്ട്. പിന്നെ ടെക്സ്ചറോ കോയി എന്ന് പറഞ്ഞ മീൻ കിടപ്പുണ്ട്. പിന്നെ ഏതായിരുന്നു
ചില്ലി മൊസൈക്കിൻ്റെ പഴയ ഒരു ലൈനേജ് നമ്മുടെ അടുത്ത് കിടപ്പുണ്ട് മീൻ. ഇത് ശരിക്കും ചില്ലി മൊസൈക്കിൻ്റെ ഒരു പണ്ടത്തെ ലൈനേജാണ് സാധനം. ഇതിൻ്റെ ശരിക്കും പേരൻസ് എന്ന് പറഞ്ഞത് ഈ കിടക്കുന്നതാണ്. മൊത്തം അതിൻ്റെ ഫീമെയിൽസാണ് ഈ കിടക്കുന്നത് ഫുള്ള്. ഇതിൻ്റെ വെള്ളം മാറിയിട്ടില്ല നമ്മൾ ഓൾറെഡി. അപ്പോൾ വെള്ളം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ ഫുഡ് വേസ്റ്റുകളാണ്. ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന മൊത്തം ഫുഡ് വേസ്റ്റുകളാണ്. നമ്മളിപ്പോൾ വെള്ളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ശരിക്കും നമുക്ക് ഈ കയ്യിലിരിക്കുന്നത് മൊത്തം. പിന്നെ എൻ്റെ ശരിക്കും പഴയ ലൈനേജിന് ശരിക്കും എന്താ പറയുക, ഈ സൈഡിലുള്ള ഇയർ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. ശരിക്കും ഇതിനകത്ത് നമുക്ക് പേരൻസിനകത്ത് നോക്കി അറിയാം. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ് ഇയർ ഇല്ലേ, സൈഡ് ഇയറാണ് ശരിക്കും ഇതിനകത്ത് വന്നത്. അതായത് ബിഗ് ഇയർ ടൈപ്പ് അല്ല ശരിക്കും, ഇത് ഷോർട്ട് ഇയറാണ്. ഇതിൻ്റെ പേരൻസൊക്കെ. നമുക്കിനി ഇതിൻ്റെ മെയിലുകളെ നമുക്ക് വേറെ ഈ പാത്രത്തിലൂടെ നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിനകത്തേക്ക് ഇടാം. നമ്മളെന്നിട്ട് മെയിൽസിനെ ഫുള്ള് നമ്മൾ ഇതിനകത്ത് മാറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞിട്ടില്ല ഇതിന് ഓൾറെഡി. നമ്മളിത് വളർത്തിയെടുത്തിട്ട് നമ്മളെല്ലാം മെയിലും ഫീമെയിലും നമ്മൾ തിരിച്ചിട്ട് പറഞ്ഞു. അതുകഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കണത്. അതുകഴിഞ്ഞിട്ട് ആൾക്കാർ കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് ചെയ്യുന്നത്. ഇത് ശരിക്കും മെയിലും ഫീമെയിലും എല്ലാം ഇതിൻ്റെ പേരൻസ് എല്ലാം ബ്രീഡ് ആവാറായിക്കാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഫീമെയിലുകളെല്ലാം ബ്രീഡിങ് പെയറായത് ശരിക്കും സൈസ് അയക്കണതാണ് ശരിക്കും. ഇത് ഈ താഴെ പോകുന്ന ഒരു ഇയർ ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള മെയിലുകളാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മെയിലുകളെ മൊത്തം നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ബക്കറ്റിലോട്ട് മാറ്റാൻ മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപ്പിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ നമ്മുടെ ഈ മീനുകളുടെ ഈ വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന മേളൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ കുറച്ച് ദിവസം ടാങ്കിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ കല്ലുപ്പ് പരമാവധി ഇടാൻ ശ്രമിക്കുക. അത് പൊടിയുപ്പിനകത്ത് കെമിക്കൽ കൂടുതലാണ് പൊടിയുപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുകൾ, അതായത് പൊടിയുപ്പ് നമുക്ക് ശരിക്കും എന്താ പറയുക, അലന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഈ നമ്മൾ ചെറിയൊരു കവറിനകത്താക്കിയിട്ടല്ല ഉപ്പ് വരുന്നത്. അപ്പോൾ അത് അലന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി കെമിക്കൽ ചേർക്കണം. അതാണ് കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പോൾ നമുക്കിനി ഈ മേലുകളെ ഫുള്ള് മെയിൽ മീനുകളെ ഫുള്ള് നമുക്കെടുത്ത് ഇതിനകത്തേക്ക് മാറ്റാൻ. ഇതാണ് നമ്മുടെ മെയിൽ മീനുകൾ ഫുള്ള്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനെ ബ്രീഡ് വെച്ചിട്ടില്ല ശരിക്കും. മെയിലും ഫീമെയിലും നമ്മൾ തിരിച്ച് തന്നെ ഇട്ടേക്കുവാണ്. നമ്മളിതുവരെ ബ്രീഡ് വെച്ചല്ല. നമുക്ക് ഫീമെയിലിനെ നമുക്ക് മാറ്റാൻ. ഇപ്പോൾ നമ്മൾ ഈ പിടിക്കുന്നത് ഫുള്ള് ഫീമെയിലുകളാണ്. അതായത് ഫസ്റ്റ് ബ്രീഡിങ് ആവാത്ത ഫീമെയിലുകളാണ് ഈ കിടക്കുന്നത് മൊത്തം. അതായത് കുഞ്ഞുങ്ങളാണ് ശരിക്കും കിടക്കുന്നത് ഫുള്ള്. അപ്പോൾ ഇതിനകത്ത് കുറേ മീനുകൾ നമുക്ക് വലിപ്പം വെച്ചിട്ട് കാണാം. അപ്പോൾ അത് ശരിക്കും നമ്മൾ എന്താ പറയുക, ഫുഡിൻ്റെ കിട്ടണത് കുറവായതാണ് ശരിക്കും നമ്മൾ കറക്റ്റ് എല്ലാത്തിനും ഒരേ സൈസ് കിട്ടാത്തത്. അതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടീമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടീമിയ ഫ്ലേക്സ് എന്ന് പറഞ്ഞ ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് മീൻ. പിന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഗ്രോവൽ എന്ന് പറഞ്ഞൊരു തീറ്റ നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും ഒരു ചെറിയൊരു ബൗൾ പോലെയൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാം. അത് പൊടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു പാത്രത്തിലിടുന്നതുകൊണ്ടാണ് ശരിക്കും ഈ ഫുഡ് ശരിക്കും വേസ്റ്റ് ആവുന്നത്. ശരിക്കും ഈ വലിയ പാത്രത്തിലല്ല. അതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ശരിക്കും ഇത് താഴ്ന്നു പോയി കഴിയുമ്പോൾ ഒരു കഴിക്കൽ കുറവാണ് ശരിക്കും. ഫുഡ് ശരിക്കും താഴ്ന്നു മുമ്പ് ഒരു ഒട്ടും കഴിക്കുന്നില്ല. പിന്നെ അതുപോലെ ആർട്ടീമിയ ഫ്ലീക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ ആകുമ്പോൾ ശരിക്കും എടുക്കുമായിരുന്നു. അല്ല മൊയിന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇയർ ക്വാളിറ്റിയും വരും, നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്തോടുകൂടി മീനുകളൊക്കെ വളരും. അപ്പോൾ നമ്മൾ അത് വളർത്തുമ്പോൾ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ശരിക്കും നമ്മൾ എന്താ പറയുക മൊയിന അങ്ങനെയുള്ള ഇതൊന്നും കൾച്ചർ ചെയ്യാത്ത.
ഇനിയിപ്പോൾ നോക്കി നിങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് അടുത്ത മീനെ പരിചയപ്പെടുത്താം. ഇനി നമ്മളടുത്ത് പരിചയപ്പെടാൻ പോകുന്ന മീനെ വെച്ചാൽ പീക്കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ഉള്ളതിൽ. അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ഡിമാൻഡുള്ളൊരു മീനാണിത്. ഇത് പീക്കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഗപ്പിയാണ് നമ്മുടെ കിടക്കുന്നത്. നമ്മൾ പിന്നെ മെയിനായിട്ട് കൈക്ക് പിടിച്ചിടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വലയ്ക്ക് പിടിച്ചിട്ടുള്ള കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മീനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ കൊണ്ട് തിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് കോരി എല്ലാ മീനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കൊണ്ടിട്ട് ഇതുപോലത്തെ സൈഡുകളിലിട്ട് നമ്മൾ കൊണ്ടിങ്ങനെ തിക്കി കോരും. അപ്പോൾ അന്നേരം മീനുകളിങ്ങനെ അതിനകത്ത് തിങ്ങി നിന്നൊന്നും പറ്റാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ കൈക്ക് പിടിച്ചിരുന്നത്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വേസ്റ്റുകൾ ഇങ്ങനെ കണ്ടല്ലോ, മൊത്തം അതിൻ്റെ ഫുഡ് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇതിനകത്തേക്ക് വരാണ്ടിരിക്കാനായിട്ടാണ് പിന്നെ കൈക്ക് കോരിയിടുന്നത്. ഇതാണ് ആ വെറൈറ്റി പീക്കോക്ക് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളതാണ്. ഇതിൻ്റെ ഇയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഗ്ലാസ് ബൗളിലോട്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്ന ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മീനിൻ്റെ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഒരു മെയിലേ ഉള്ളൂ. നമുക്ക് അതും ഇതിൻ്റെ ഒരു കുഞ്ഞുണ്ടായതാണിത്. ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ചത്തു കയറുന്നതിൻ്റെ ബാക്കിയെല്ലാം ഫീമെയിൽസാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിലിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അടുത്ത് ഇതുപോലത്തെ ഫുൾ ബ്ലാക്കിൻ്റെ മെയിലിന് നമ്മൾ മേടിക്കാൻ തയ്യാറാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും മിക്സഡ് ഗപ്പി എന്ന് വേണമെങ്കിൽ പറയുക. അതായത് ഞാനിത് ശരിക്കും ഇത് സാരിവാലൻ അങ്ങനെയൊക്കെ പണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ഞാൻ അതിനോടുള്ളൊരു കൗതുകത്തിൽ ഇങ്ങനെ മേടിച്ചത്. ഇത് മൊത്തം മെയിൽ മീനുകളാണ്, ഫീമെയിൽസ് വളരെ കുറവാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വാലുകളും കാര്യങ്ങളും കാണാനായിട്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കണേ. ഇതിന് കൊടുക്കുന്ന തീറ്റ പരിചയപ്പെടുത്താം. ഇതാണ് ശരിക്കും നമ്മൾ ഗ്രോവൽ എന്ന് പറഞ്ഞൊരു തീറ്റയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതാണ് ശരിക്കും അത് ഗ്രോവൽ എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഇതിൻ്റെ ഒത്തിരി വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. ശരിക്കും നമ്മളതിൻ്റെ ഇത് പൊടിച്ചാണ് നമ്മൾ മീനുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആർട്ടീമിയ എന്ന് പറഞ്ഞ തീറ്റ നമ്മൾ കൊടുക്കുന്നത്. ആർട്ടീമിയ ഫ്ലീക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീഴിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ ഗ്ലോവൽ എന്ന് പറഞ്ഞ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗപ്പികളെയും അതുപോലെ നമ്മുടെ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്താ വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഗപ്പീസ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ വെറൈറ്റി ഗപ്പികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയണം, കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പുറത്തോട്ട് മേടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി കിടക്കുന്ന കുറേ വെറൈറ്റി ഗപ്പികളുണ്ട്. അതുപോലെ നമ്മളിനി മേടിക്കാൻ പോകുന്ന ഗപ്പികളുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മളടുത്ത് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും